ആർട്ടോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഇതേപോലുള്ള ഡോട്ടഡ് ലൈൻസും അതേപോലെ തന്നെ ഡോട്ടഡ് ഷേപ്സും ബോർഡേഴ്സും ഒക്കെ വരയ്ക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു പേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാനിവിടെ ഡോട്ടഡ് ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ ടൂൾ ബാറിൽ നിന്നും പെൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. പെൻ ടൂളിന്റെ മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു പെൻ ടൂൾ എന്ന ആദ്യത്തെ ഓപ്ഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇവിടെ മുകളിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷേപ്പ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഇവിടെ ഫില്ല് എന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ നമുക്ക് ലഭിക്കുന്നതാണ്. ഫില്ലിന്റെ ഭാഗത്ത് കളറൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ സ്ട്രോക്ക് എന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു റെഡ് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ പിക്സൽ എന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് 20 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ കാണുന്ന ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് 3 ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ കാണുന്ന ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ ഞാനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ പേജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈന് നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഈ ലൈൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളൊന്നും ഇതേപോലെ കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ മോർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡാഷ് ഗ്യാപ്പ് എന്ന 2 ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇവിടെ ഡാഷ് എന്നിടത്ത് ഞാനിവിടെ 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഗ്യാപ്പ് എന്നിടത്ത് 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡാഷും ഗ്യാപ്പും മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ഈ ഒരു ലൈൻ വലുതാക്കാനും അതേപോലെ തന്നെ ഈ ഗ്യാപ്പ് കൂട്ടാനും നമുക്ക് സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ 4:2 എന്ന് ആക്കി കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇതേപോലെ നിങ്ങളും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ലൈൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആവശ്യാനുസരണം ഡാഷും ഗ്യാപ്പും നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓക്കെ എന്ന് തന്നെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഷേപ്പാണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. പെൻ ടൂൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ നല്ല രീതിയിലുള്ള ഒരുപാട് ഷേപ്പുകൾ നമുക്ക് ഈ ഒരു ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡോട്ടഡ് ലൈൻ ഇവിടെ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡോട്ടഡ് ലൈനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലെ പെൻ ടൂൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി എങ്ങനെയാണ് ഡോട്ടഡ് ഷേപ്സുകളും അതേപോലെ തന്നെ ബോർഡേഴ്സുകളൊക്കെ വരയ്ക്കുന്നത് എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു ഷേപ്പ് ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം ഇവിടെ ടൂൾ ബാറിൽ നിന്നും ഈ ഒരു ഷേപ്പിന് മുകളിൽ മൗസ് വെച്ചോളൂ. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ നിന്നും എലിപ്സ് ടൂൾ എന്ന ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ മുകളിൽ ഷേപ്പ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഫില്ല് എന്നിടത്ത് ഇതേപോലെ തന്നെ നണ്ണാക്കി കൊടുക്കുക. സ്ട്രോക്ക് എന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കളർ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ റെഡ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിക്സൽ 20 ആണ് കിടക്കുന്നത്. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ശേഷം നമുക്ക് ഇതേപോലെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടൊന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഡോട്ടഡ് ലൈൻസിൻ്റെ ഷേപ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ശേഷം ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡോട്ടഡ് ലൈൻസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യാനുസരണം ഈ ഒരു ഓപ്ഷനും നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഏത് ഷേപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 എക്സാമ്പിൾസ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഡോട്ടഡ് ലൈൻസും ഷേപ്സും ഒക്കെ നിങ്ങൾക്ക് വരച്ചുകൊണ്ട് നല്ല ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ടിപ്സുകളും വീഡിയോസും ഒക്കെ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.